ഹായ്, ഞങ്ങളിന്ന് വൈകിട്ട് നടക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പം നിങ്ങൾക്കും ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതൊക്കെ പരുത്തിത്തോട്ടാട്ടോ. ഇതാണ് അവരുടെ സ്റ്റോറേജ് സ്പേസ്, നമ്മൾ പരുത്തിയൊക്കെ സൂക്ഷിക്കുന്ന സ്പേസ്. കണ്ടില്ലേ, ഇത് പരുത്തിയാണ്, ഒരു വിളവെടുത്തിട്ട് സൂക്ഷിച്ച് വെച്ചതാണ്. ഇവർ കൂടുതലായിട്ടും ഇവിടെ സൂക്ഷിക്കുന്നത് ഈ നമ്മുടെ ഉള്ളി അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഷെഡിൽ സൂക്ഷിക്കുക. പിന്നെ ഈ കിണറ്റിൽ നിന്നാണ് അവർ പാടത്തേക്കുള്ള വെള്ളം എടുക്കുന്നത്, കൃഷിക്കുള്ള വെള്ളം എടുക്കുന്നത്. ഇതാ ആ കിണറ്റിനുള്ളിൽ കണ്ടില്ലേ കുരുവിക്കൂട്. കുരുവിളി സേഫായിട്ടുള്ള സ്ഥലം നോക്കി കൂട് കൂട്ടിയതാട്ടോ. എന്ത് രസമല്ലേ കാണാൻ, പ്രകൃതിൻ്റെ ഓരോ കാണുമ്പോൾ അത്ഭുതം തോന്നും നമുക്കവരെ. ഈ കിണറ്റിൽ നിന്ന് നേരെ വരുന്നത് ഈ പൈപ്പാണ്. ഈ പൈപ്പിലൂടെയാണ് അതാ വെള്ളം പോകുന്നത്. ഇത് നേരെ പാടത്തേക്കാട്ടോ പോകുക, കൃഷിയിടങ്ങളിലേക്കാണ് പോവുക. ഒരു ചാലുമാരി ഇങ്ങനെ അവർ കൊടുത്തിരിക്കുക കേട്ടോ. ഇതാണ് ആ കിണറ്റിലേക്ക് ഇറങ്ങുന്ന വഴി. നമ്മൾ പടവില്ല, ഇങ്ങനെ വഴിയാണ്. പണ്ട് കാലത്ത് അവർ കെട്ടിയതാണ്, ഇപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ പരുത്തിയാട്ടോ. ഇവിടെ കാണാൻ ഭയങ്കര രസമാട്ടോ, നല്ല പച്ചപ്പും ഓക്കെ. ഇത് കൃഷി ചെയ്യാത്ത സ്ഥലമാണ്, ആ ഒരു ചെറിയ ഭാഗം. അവർ ഇങ്ങനത്തെ റെഡിയാക്കി അവിടെയും കൃഷി തുടങ്ങും. ഇതാണ് പരുത്തിപ്പൂവ്, കാണാൻ ഭയങ്കര രസമാട്ടോ പരുത്തിപ്പൂവ് കാണാൻ. ഇതാണ് പരുത്തി. ഇതിങ്ങനെ ഇതിന്ന് പറിച്ചെടുക്കുക ചെയ്യുക പരുത്തി. കണ്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വെണ്ടക്ക ചെടീനെ മാതിരി തോന്നും. കുറ്റി കുറ്റിയാണ് പരുത്തിച്ചെടി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ മണിച്ചോള, മില്ലറ്റിൽ പെടുന്ന മണിച്ചോള കേട്ടോ. ഇത് കാണാൻ ഭയങ്കര രസമാട്ടോ, നേരിട്ട് കാണാൻ. ഇതൊരുപാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം മെയിനായിട്ട് ഈ മണിച്ചോളും ചോളവും നമ്മളെ പരുത്തിയായിട്ട് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. നല്ല രസമാണ് ഈവനിങ് നടക്കാൻ ഇതിലൂടെയൊക്കെ. ഇവിടെ ഒരുപാട് സ്ഥലമുള്ള കർഷകരെടുത്ത് കാളകളുണ്ടാവും കേട്ടോ. അവർ കന്ന് കൂട്ടാൻ കാളകളെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മൾ ആവണക്കെണ്ണ ഉണ്ടാക്കിയല്ലേ അതിൻ്റെ ചെടി, കായാണ് ആവണക്കെണ്ണയുണ്ട്. ഇതെന്നാണ് നമ്മൾ ആവണക്കെണ്ണ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇതവിടുത്തെ കല്ലുകളാട്ടോ. കല്ലുകൾക്ക് തന്നെ പ്രത്യേകതയാണ്. കാരണം ഇവിടുത്തെ കല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മണ്ണിനും കല്ലിനൊക്കെ ഇരുമ്പ് സത്ത് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കല്ലൊക്കെ ഇങ്ങനെ ഷേപ്പിൽ നിൽക്കുന്നത്. ഇത് പുഴയാട്ടോ. പുഴയിൽ വെള്ളമില്ലാത്ത കാരണം ഇവിടെ മഴ കുറവാട്ടോ. മഴ പെയ്യില്ല എന്ന് തന്നെ പറയാം. 2 കൊല്ലമായി അത്ര ഇവിടെ മഴ പെയ്തിട്ട്. ഈ കൊല്ലം ചെറുതായിട്ട് ചാറ്റി പോയിട്ടുണ്ട്. കാറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ മഴ പെയ്യാത്തത്. മേഘങ്ങൾ കാറ്റ് കൊണ്ടുപോകും, അതുകൊണ്ടാണ് അത്രയും മഴ പെയ്യാത്തത്.
ഇതാ ഒരു ഈവനിങ് ഒക്കെ ഇരിക്കുന്ന ഇരിപ്പിടാട്ടോ. ഇതാണ് പശുവിൻ്റെ തൊഴുത്ത്. നമ്മളെ നാട്ടിലൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തൊഴുത്തുണ്ടാവുക. ഇവരെ തോട്ടത്തിലാണ് തൊഴുത്തുണ്ടാക്കുക. കാരണം ഇവരെ വീടൊക്കെ ചെറിയ ചെറിയ വീടാണ്. നമ്മളെ സ്ഥലമാതിരി വീടിന് ചുറ്റും സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. അടുപ്പിച്ചടുപ്പിച്ച് വീടായിരിക്കുന്നതും ചെറിയ വീടായിരിക്കും കേട്ടോ. ഇത് നമ്മൾ പശുക്കുട്ടീനെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം രാത്രികളിൽ നായ്ക്കളോ അങ്ങനത്തെ ജീവികളൊന്നും ഉപദ്രവിക്കാതിരിക്കാൻ പശുക്കുട്ടീനെ ഇതിൻ്റെ ഉള്ളിലാട്ടോ ഇടാം. പിന്നെ ഇവിടുത്തെ മനുഷ്യർ ചെറിയ ചെറിയ വീടാണെങ്കിലും ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം അവർക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷെ വീട് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇവരെ വീട് കാണുമ്പോൾ എങ്ങനെ ഇവരോട് താമസിക്കാമെന്നൊക്കെ തോന്നും. ഞങ്ങളതും കഴിഞ്ഞ് വീട്ടിലോട്ട് നടക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.